ക്രിസ്ത്യാനിയും സത്യവും ഈ വിഷയത്തെപ്പറ്റി അല്പം ചിന്തിക്കുവാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം. അവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ക്രിസ്ത്യാനികൾ യേശുവിനെ അനുഗമിക്കുന്നവരാണ്. അതുപോലെ തന്നെ യേശു സത്യത്തിൻ്റെ ഇഹലോക ആവിഷ്കാരമാണ് എന്ന് കേരളത്തിലും ഭാരതത്തിലാകമാനവും പൊതുവെ വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എൻ്റെ ഒരു ചെറിയ അനുഭവം ഞാൻ ഇതിനോടനുബന്ധമായി പറയട്ടെ. 1981 ഞാൻ ഡൽഹിയിൽ വിരാട് കോഓപ്പറേറ്റീവ് ഗ്രൂപ്പ് ഹൗസിംഗ് സൊസൈറ്റി എന്ന ഒരു ഹൗസിംഗ് സൊസൈറ്റിയിൽ ചേർന്നു. അതിൽ ചേരാൻ 2 കാരണങ്ങളുണ്ട് ഉണ്ടായിരുന്നു. ആ കാലത്ത് എനിക്ക് സ്വന്തമായിട്ട് അവിടെ വീടില്ലായിരുന്നു ഡൽഹിയിൽ. 2, ഈ ഹൗസിംഗ് സൊസൈറ്റിയിലെ എല്ലാ അംഗങ്ങളും ഡൽഹി യൂണിവേഴ്സിറ്റിയിലും യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്ത കോളേജിലും പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സായിരുന്നു. അപ്പം അതുകൊണ്ട് സത്യസന്ധമായി ഈ ഹൗസിംഗ് സൊസൈറ്റിയുടെ പണി പുരോഗമിക്കുമെന്നും പറഞ്ഞ കാലയളവിനുള്ളിൽ അപ്പാർട്ട്മെൻറ്റ് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ബാങ്കിൽ നിന്ന് 85,000 രൂപ കടമെടുത്ത് ഞാൻ ആ ഹൗസിംഗ് സൊസൈറ്റിയിൽ ചേർന്നത്. ആകെ കൊടുക്കേണ്ടിയിരുന്ന തുക 1,25,000, അതായത് 1,15 ലക്ഷം രൂപയായിരുന്നു. ആ കാലത്ത് 1981 അത്രയും മതിയായിരുന്നു 3 മുറിയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ്, 3 ബെഡ്റൂമുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടാൻ. അപ്പോൾ അങ്ങനെ വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ഈ സംരംഭത്തിൽ ചേർന്നു. ഒരു ഹൗസിംഗ് സൊസൈറ്റി ആയാൽ അതിനൊരു മാനേജിങ് കമ്മിറ്റി വേണമല്ലോ. മാനേജിങ് കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ടു. അത് സമർത്ഥരായ വളരെ കഴിവുള്ള പ്രൊഫസേഴ്സൊക്കെയാണ്. അപ്പോൾ എനിക്കും ആശ്വാസമായി. പെട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നത് പോലെ നമുക്ക് വീട് കിട്ടുമല്ലോ. അങ്ങനെ പണി പുരോഗമിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് പണി നിന്നു. പണി നിൽക്കാൻ കാരണം മറ്റൊന്നുമല്ല, ഈ മാനേജിംഗ് കമ്മിറ്റിയിലുണ്ടായിരുന്ന സമർത്ഥരായ അധ്യാപകർക്ക്, ഗുരുശ്രേഷ്ഠന്മാർക്ക് അവരുടേതായ പോക്കറ്റ് നിറയ്ക്കാനുള്ള അവസരം അവർ കണ്ടെത്തി. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പണി നിന്നുപോയി. അങ്ങനെ ഏതാണ്ട് 1.5 വർഷം ഒരു പണിയും നടക്കാതെ അങ്ങനെ കിടന്നു. അപ്പോൾ ഒരു ദിവസം പണി നടന്നില്ലെങ്കിൽ ഹൗസിംഗ് സൊസൈറ്റിക്ക് വരുന്ന നഷ്ടം 5,000 രൂപയാണ്. ഇത് ചേർന്ന ബഹുഭൂരിപക്ഷം ആളുകളും എന്നെപ്പോലെ ബാങ്കിൽ നിന്ന് കടമെടുത്ത് ചേർന്നവരാണ്. അപ്പോൾ അവർ നന്നേ ശ്വാസം മുട്ടുന്നു, പ്രതീക്ഷ അറ്റുപോകുന്നത് പോലെ. അപ്പോൾ അവരിൽ ഒരു 10-50 പേര് കൂടി ചേർന്നിട്ട് ഒരു മീറ്റിംഗ് കൂടി. ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല. അവർ പറഞ്ഞു, നമുക്കിങ്ങനെ പോകാനൊക്കത്തില്ല, ഇതെങ്ങനെയെങ്കിലും ഇത് രക്ഷപ്പെടുത്തിയേ ഒക്കത്തുള്ളൂ. അതിനെന്താണ് മാർഗമെന്ന് അവർ ചിന്തിച്ചപ്പോൾ അവരുടെ ഇടയിൽ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഇടയിൽ ക്രിസ്ത്യാനിയായി ഒറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ, അത് ഇന്ന ആളാണ്. ക്രിസ്ത്യാനി ആയതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ഈ ചുമതല ഏൽപ്പിക്കാം, അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ സമീപിക്കാം എന്ന് അവർ തീരുമാനിച്ചിട്ട് ഒരു ദിവസം ഞാൻ അറിയാതെ ഒരു 10-20 പേരെന്നെ കാണാൻ വന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ചുമതല ഏറ്റെടുക്കണം, എങ്ങനെയെങ്കിലും നമുക്ക് ഇത് പണിതെടുക്കണം. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ആ ചുമതല ഞാൻ ഏറ്റെടുത്തു, പണി പൂർത്തിയാക്കി. അങ്ങനെ എനിക്കും അവിടെ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിപ്പോഴില്ല, അത് പോട്ടെ. അപ്പോൾ ക്രിസ്ത്യാനികളെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് എന്ന ഒരു പൊതുവായ ധാരണ. വേറൊരു അനുഭവം പറഞ്ഞാൽ, ഞാൻ ഡൽഹി മൈനോറിറ്റീസ് കമ്മീഷനിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്തത് അലഹബാദ് ഹൈക്കോർട്ടിൽ നിന്ന് വിരമിച്ച ഒരു ജഡ്ജാണ്. ജസ്റ്റിസ് ഖുരേഷി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, അദ്ദേഹം ഒരു ജഡ്ജായി ജോലി ചെയ്ത കാലമൊക്കെ അത്രയും ഏതെങ്കിലും ഒരു കേസിൽ ക്രിസ്ത്യാനികൾ പെറ്റീഷനേഴ്സായിട്ട് വന്നാൽ ആ കേസ് പരിഗണിക്കുമ്പോൾ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു, ഇവർ യേശുവിനെ അനുഗമിക്കുന്നവരാണ്,
അതുകൊണ്ട് അവർക്ക് നീതി കൊടുത്തേ മതിയാകൂ എന്ന് ഞാൻ വളരെ വ്യക്തിപരമായ താല്പര്യത്തിൽ ഞാനത് കൈകാര്യം ചെയ്തിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ധാരണയൊക്കെ തെറ്റായിരുന്നു എന്ന് അദ്ദേഹം പറയും. ഇത് പറയുന്നത് 2001 അപ്പോൾ 1981 അവിടെ നിന്ന് 2001 നാം വന്നു കഴിഞ്ഞു. ഇനി കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ സത്യത്തോടുള്ള നിലപാട്, താല്പര്യം, പ്രതിഷ്ഠ, പ്രതിപത്തി എന്താണെന്നറിയാൻ ഞാനൊരു ചെറിയ വീഡിയോ ക്ലിപ്പ് നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. കാശുണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുന്ന ജോസഫ് അച്ഛനെ വൈദികൻ എന്ന് വിളിക്കുന്നത് പോലും അപമാനമാണ്. നമ്മളുമായി വളരെ അടുപ്പുണ്ടായിരുന്നവർ പോലും അവൻ വീണുപോയി, ഇനി ചവിട്ടിയാൽ അവൻ എണീക്കില്ല എന്ന് കരുതുന്നിടത്ത് എന്റെ ഉത്തമ ബോധ്യത്തിന്റെ പുറത്ത് ശരിയല്ലെങ്കിൽ പോലും ഞാനെടുത്ത നിലപാടിനാൽ വിമർശിക്കപ്പെട്ട ഒരു വൈദികൻ പരസ്യമായി എന്നെ പിന്തുണയ്ക്കുമ്പോഴുണ്ടാവുന്ന സത്യസന്ധത എന്താണ്? അതിനെപ്പറ്റി ബേസിക്കായിട്ട് ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് സത്യം. മനുഷ്യ മനസ്സുകളിൽ ആത്മീയതയ്ക്ക് അപ്പുറത്തേക്ക് കടന്നു കയറാൻ കഴിയുന്ന ഒരു മാന്ത്രികനാകണം നമുക്ക് തിരിച്ചറിയുന്നത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. എന്റെ ജീവിതാനുഭവത്തിൽ ഈ കഴിഞ്ഞ കുറെ കാലത്തിലെ അച്ഛനൊരു പ്രവാചക ശബ്ദമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിയാണെന്ന് അച്ഛൻ പറയുന്നത്. അവിശ്വസനീയമായ പലതും എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അച്ഛൻ. അപ്പോൾ ഇവിടെ ആദ്യം ഷാജൻ സ്കറിയ എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമത്തിൽ വളരെ തലയെടുപ്പുള്ള ഒരു വ്യക്തി ആലപ്പുഴ കൃപാസനം എന്ന് പറയുന്ന ആത്മീയ വ്യവസായം നടത്തുന്ന ഈ ജോസഫ് അച്ഛനെ പറ്റി പറയുന്നത് അദ്ദേഹം ഒരു ശുദ്ധ കള്ളനാണ്, പാവപ്പെട്ടവരുടെ പോക്കറ്റ് അടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന, കണ്ടാൽ കുളിക്കണം എന്ന അവസ്ഥയിൽ നമ്മെ ആക്കി തീർക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് അദ്ദേഹം വളരെ എന്താണ് പറയുന്നത്, വ്യക്തമായും നല്ല കൺവിക്ഷനോടും കൂടെ മൂർച്ചയേറിയ വാക്കുകളിൽ വിളിച്ചു പറയുകയാണ്. അപ്പം അങ്ങനെ വിളിച്ചു പറഞ്ഞത് അടിസ്ഥാനരഹിതമായിരുന്നുവോ? അതിലെന്തെങ്കിലും സത്യമുണ്ടായിരുന്നുവോ? അതിനുശേഷം നാം കണ്ടത് ഷാജൻ സ്കറിയ നേരെ പ്ലേറ്റ് തിരിച്ചു വെക്കുന്നതാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ വെള്ളത്തിലായപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഈ ഔസേപ്പച്ചൻ വന്നു, അതുകൊണ്ട് അദ്ദേഹം ഒരു പ്രവാചകനാണ്, അദ്ദേഹത്തിന് ആത്മീയതയ്ക്ക് അപ്പുറത്ത് പോകുന്ന മാന്ത്രിക ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. ആത്മീയതയ്ക്ക് അപ്പുറത്ത് ഏത് മാന്ത്രിക ശക്തിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അദ്ദേഹം ഒരു പ്രവാചകനാണ്. ആരാണ്? സത്യം മാത്രം പറയുന്നവനാണ്. തല പോയാലും സത്യത്തിന് മായം ചേർക്കാത്തവനാണ് പ്രവാചകൻ. സത്യമല്ലാതെ മറ്റൊന്നും നാവുകൊണ്ട് ഉരിയാടുവാൻ സ്വാതന്ത്ര്യമില്ലാത്തവനാണ് പ്രവാചകൻ. ദൈവം വെളിപ്പെടുത്തുന്നത് മാത്രം അതുപോലെ യാതൊരു വിധത്തിലും മാറ്റം വരുത്താതെ, ഒരു വള്ളിക്കോ പുള്ളിക്കോ കോട്ടം വരുത്താതെ അതുപോലെ വിളിച്ചു പറയുന്നവനാണ് പ്രവാചകൻ. അതുകൊണ്ടാണ് പ്രവാചകനെ ആർക്കും താല്പര്യമില്ലാത്തത്. യേശു പറഞ്ഞു, ഒരു പ്രവാചകനെയും അവൻ്റെ ആളുകൾ സ്വീകരിക്കുകയില്ല. അപ്പോൾ ആ ഒരു തട്ടത്തിലേക്ക് പെട്ടെന്ന് ഷാജൻ സ്കറിയ ഈ ജോസഫ് അച്ഛനെ ഉയർത്തുന്നതിൻ്റെ കാര്യം, ഷാജൻ സ്കറിയ വെള്ളത്തിലായപ്പോൾ അതിൻ്റെ കാര്യമൊന്നും അറിയാതെ, അതിൻ്റെ വസ്തുതകൾ എന്താണെന്നൊന്നും അറിയാതെ, അതൊന്നും കൂട്ടാക്കാതെ ഈ പുരോഹിതൻ ഈ അത്ഭുത രോഗശാന്തി വ്യവസായി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. അപ്പോഴാണ് ഷാജൻ സ്കറിയയുടെ കണ്ണ് തുറന്നത്. ഇദ്ദേഹം പാവപ്പെട്ടവരെ കളിപ്പിച്ച് അവരെ വഞ്ചിക്കാൻ ഇറങ്ങിയിരിക്കുന്ന കള്ളനല്ല, പിന്നെയോ ഇദ്ദേഹം പ്രവാചകനാണ്. പ്രവാചകൻ മാത്രമല്ല, ആത്മീയതയ്ക്ക് അപ്പുറത്തുള്ള മാന്ത്രികമായ ശക്തി എപ്പോഴും പ്രയോഗിക്കുവാൻ കഴിവുള്ളൊരു മനുഷ്യനാണ് എന്ന് മനസ്സിലായത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയിൽ സത്യത്തോടുള്ള നമ്മുടെ പ്രതിപത്തി എന്ന് തിരിച്ചറിയുവാൻ ഇതിനേക്കാൾ
സഹായിക്കുന്ന മറ്റൊരു ഉദാഹരണം കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ഷാജൻ സ്കറിയ ആദ്യം വിളിച്ചു പറഞ്ഞത് സത്യമാണ്. എന്താണ് സത്യം? അത് സോഷ്യൽ മീഡിയയുടെ സത്യമാണ്. ഇങ്ങനെ വളരെ വിപ്ലവാത്മകമായി നാടകീയമായി ഔസേപ്പച്ചൻ്റെ പ്രവൃത്തികളെ വിളിച്ചു പറഞ്ഞാൽ ഒരു 10 പേര്, 100 പേര്, 1000 പേര് കാണും എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ ആ ഒരു ലാഭേച്ഛയെ സത്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിപത്തിയായി അവതരിപ്പിച്ച ഒരു ആധുനിക പ്രവാചകൻ എന്ന അർത്ഥത്തിലാണ് ഷാജൻ സ്കറിയ എന്ന് തട്ടിവിടുന്നത്. അത് പറയുമ്പോൾ താൻ അവതരിപ്പിക്കുന്ന ഈ വിഷയത്തെപ്പറ്റി ഏതെങ്കിലും വിധത്തിൽ സംശയമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അതിനെപ്പറ്റി ഒരു നിശ്ചയം കുറവ് ആണ് എന്നൊരു അവസ്ഥ പോലും അവിടെ ഇല്ല. സംശയത്തിന് അല്പം പോലും ഇടം അവശേഷിപ്പിക്കാതെയാണ് ഷാജൻ സ്കറിയ വിളിച്ചു പറയുന്നത്, പാവങ്ങളെ കളിപ്പിച്ച് കാശുണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുന്ന കള്ളനാണ് എന്ന് പറയും. അതന്ന് സത്യമായിരുന്നു. എന്നാൽ ഈ സത്യം നിലനിൽക്കുകയില്ല. കാരണം എന്താണ്? ഷാജൻ സ്കറിയ വെള്ളത്തിലാകുമ്പോൾ നല്ല അവസരവാദിയായ, അവസരം തക്കത്തിൽ ഉപയോഗിക്കുവാൻ വിദഗ്ധനായ ഔസേപ്പച്ചൻ ആ സന്ദർഭം നന്നായി ഉപയോഗിച്ചു. അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങി വന്ന് ഷാജൻ സ്കറിയയ്ക്ക് ഒരു കൈത്താങ്ങൽ കൊടുത്തു. അപ്പോൾ ഷാജൻ സ്കറിയയുടെ കണ്ണു തുറന്നു. അപ്പോൾ അദ്ദേഹം പുതിയ സത്യം കണ്ടുപിടിച്ചു. പഴയ ആളിനെപ്പറ്റി പുതിയ സത്യം കണ്ടുപിടിച്ചു. എന്താണ്? കള്ളനല്ല, പിന്നെയോ പ്രവാചകനാണ്. വേണമെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് ഷാജൻ സ്കറിയയ്ക്ക് പറയാമായിരുന്നു, ഞാൻ അന്ന് അദ്ദേഹം കള്ളനാണെന്ന് പറഞ്ഞു, അത് ശരിയായിരുന്നു, ഇപ്പോൾ പ്രവാചകനാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തെ നമുക്ക് കള്ളപ്രവാചകൻ എന്ന് പറയാം എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി അർത്ഥമുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇദ്ദേഹം പ്രവാചകനാണ്, അതും പോരാ, അതിനപ്പുറത്ത് നിൽക്കുന്ന ആളാണ്. ഇത് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട ഒരവസ്ഥ തന്നെയാണ്. സ്വന്തം താല്പര്യത്തിന് വേണ്ടി യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കുന്ന, പണക്കൊതി കൊണ്ട്, ലാഭേച്ഛ കൊണ്ട്, ഭൗതിക നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കുന്ന ഒരു സമീപനം ഈ ലോകത്ത് നിലനിൽപ്പുണ്ടെന്ന് നമുക്കറിയാം. ആ ഒരു കാഴ്ചപ്പാടിൽ, ആ ഒരു വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് സത്യത്തോടെ യാതൊരു വിധത്തിലുള്ള താല്പര്യം ഉണ്ടാകുവാൻ സാധ്യമല്ല. സത്യം അങ്ങനെയുള്ളവരുടെ പുരോഗമനത്തിൻ്റെ വിലങ്ങുതരിയായി മാത്രമേ അവർക്ക് അനുഭവപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ഭൗതികമായി മാത്രം ചിന്തിക്കുകയും ഭൗതികമായ ലക്ഷ്യങ്ങളെ ലാക്കാക്കി ഓടിക്കൊണ്ടിരിക്കുന്ന സഭകൾക്ക് സത്യത്തോട് ഒരു വിധത്തിലുള്ള പ്രതിഷ്ഠയും താല്പര്യവും ഇല്ലാതെ പോകുന്നത്. അങ്ങനെയുള്ളൊരു സംസ്കാരത്തിൻ്റെ പ്രതിനിധിയാണ് ജോസഫ് അച്ഛൻ. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ തന്നെപ്പറ്റി വിളിച്ചു പറഞ്ഞ ഷാജൻ സ്കറിയ അവൻ്റെ കൂടെ നിൽക്കുന്നത് ഷാജൻ സ്കറിയയുടെ നിലപാടിൽ എന്താണ്, അതിൻ്റെ സത്യമായ അവസ്ഥ എന്താണ്, അതിൻ്റെ ഉള്ളടക്കം എന്താണ്, യാഥാർത്ഥ്യം എന്താണ്, ഇതൊന്നും കൂട്ടാക്കാതെ പെട്ടെന്ന് ചാടി ഇറങ്ങി ഷാജൻ സ്കറിയയെ സപ്പോർട്ട് ചെയ്ത് പെട്ടെന്ന് ഷാജൻ സ്കറിയയ്ക്ക് മനംമാറ്റമുണ്ടാക്കി കൺവേർട്ട് ചെയ്തു. ഇതാണ് അവസരവാദം എന്ന് പറയുന്നത്, ഓപ്പർച്യൂണിസം എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള അവസരവാദം കൊണ്ടാണ്, ഓപ്പർച്യൂണിസം കൊണ്ടാണ് കൃപാസനം എന്ന വ്യവസായം ആരംഭിച്ചത് എന്ന് തിരിച്ചറിയാൻ വലിയ പ്രയാസമൊന്നും വേണ്ട. ഈ ഒരു വഴിയിൽ സഞ്ചരിച്ചാൽ ശതകോടികൾ കൊയ്തെടുക്കാം എന്ന അറിവ് പ്രാപിച്ചതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു നാടകശാലയിലേക്ക് കടന്നു വന്നത്. അതിന് തക്കതായ എല്ലാ അഭിനയ പാഠവും അദ്ദേഹത്തിനുണ്ട് എന്ന് ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളുമായി പങ്കിട്ട വീഡിയോയിൽ അച്ഛൻ്റെ പ്രതികരണം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട്, യേശുവിനെ അനുഗമിക്കുന്നവനെന്ന് പറയുന്നത് എൻ്റെ ക്രിസ്ത്യാനി ആയതുകൊണ്ട്. ഇത് സത്യം എന്ന് പറയുന്ന ഈ ഒരു ദൈവികമായ മൂല്യം അതിനോട് ഏതെങ്കിലും വിധത്തിൽ വിദൂര ബന്ധമെങ്കിലും ഈ മനുഷ്യനുണ്ട് എങ്കിൽ ഒരിക്കലും ഈ രോഗശാന്തി കച്ചവടത്തിന് അദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം,
യേശു പറഞ്ഞത് ശരിയാണെങ്കിൽ സത്യത്തിൻ്റെ പുറകെ പോകുന്ന ഒരുത്തനും ഈ ലോകത്തിൽ ഭൗതികമായ നേട്ടമുണ്ടാകുകയില്ല. സത്യത്തെ പ്രതിഷ്ഠിച്ച് സത്യത്തെ അനുധാവനം ചെയ്യുന്നവർക്ക് അവസാനം ലഭിക്കുന്നത് ക്രൂശാണ് എന്നതാണ് ക്രിസ്തുമതത്തിൻ്റെ ഹൃദയഭാഗത്തിരിക്കുന്ന സത്യം. എന്നാൽ ക്രൂശിനെയും യേശുവിനെയും വിറ്റ് കോടികൾ കൊയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് ഒരു നിലപാടും ഉണ്ടാകേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഓന്തിനെ പോലെ നിറം മാറി. ഷാജൻ സ്കറിയ ലോകത്തിലേക്കും മഹാനായ വ്യക്തിയാണെന്നും അല്ലെങ്കിൽ നമ്മളെ മറന്നു പോകരുതാത്തൊരു വ്യക്തി ഉണ്ടല്ലോ, മോൺസൺ മാവുങ്കൽ. അദ്ദേഹമാണ് കേരളത്തിലെ ഏറ്റവും മഹാനായ വിശ്വാസിയെന്നുമൊക്കെ ഇദ്ദേഹം പറഞ്ഞു കളയും. അപ്പോൾ വാസ്തവത്തിൽ കേരള ക്രിസ്തീയ സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് കേരള സഭകളുടെ ആത്മീകമായ നിലവാരം എന്താണെന്നറിയാൻ നിങ്ങൾ ഈ ഷാജൻ സ്കറിയയെയും ഈ ഔസേപ്പച്ചനെയും മോൺസൺ മാവുങ്കലിനെയും ശ്രദ്ധിച്ചാൽ മതി. ഈ ഷാജൻ സ്കറിയയെ പോലെയുള്ള ആളുകളെ സൃഷ്ടിക്കുന്നത് ഈ ഔസേപ്പച്ചനെ പോലെയുള്ള കത്തനാരന്മാരാണ്. ഔസേപ്പച്ചനെ പോലെയുള്ള കത്തനാരന്മാരെ വാർത്തെടുക്കുന്ന സെമിനറിയിൽ പഠിച്ചത് കൊണ്ടാണ് മോൺസൺ മാവുങ്കൽ ഒരു ഒന്നാന്തരം കള്ളനായി തീർന്നത്, പഠിച്ച കള്ളനായി തീർന്നത്. അദ്ദേഹം സെമിനറിയിൽ പഠിച്ച് അദ്ദേഹത്തിന് അത്രമാത്രം ബുദ്ധിയും കഴിവും ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഔസേപ്പച്ചനെ പോലെ ലോഹയിട്ടുകൊണ്ട് നടന്നേനെ. സെമിനറിയിൽ 3-4 വർഷം പഠിച്ചു കഴിഞ്ഞപ്പോൾ മോൺസൺ മാവുങ്കലിന് മനസ്സിലായി ഈ വഴി അല്പം ക്ലേശമുള്ളതാണ്, ഇതിനേക്കാൾ എളുപ്പം ഇതിൻ്റെ 1000 ഇരട്ടി പൈസ കൊയ്തെടുക്കാൻ സാധ്യതയുള്ള മറ്റൊരു മേഖലയുണ്ട്, അതാണ് പുരാവസ്തു വിൽപ്പന. മതമേതായാലും പുരാവസ്തു വിൽപ്പനയാണല്ലോ. അല്ലാതെ ആധുനിക ലോകത്തിൽ മനുഷ്യൻ്റെ അവസ്ഥയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സത്യസന്ധമായ അവന് പ്രയോജനം വരുന്ന ഒരു കാര്യവും ഇതിനകത്ത് പുരോഹിതവർഗത്തിൻ്റെ കയ്യിലില്ല. പുരോഹിതവർഗം എന്ന് പറഞ്ഞാൽ ആകപ്പാടെ പുരാവസ്തു വിറ്റ് ഉപജീവനം കഴിക്കുന്ന ആളുകളാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള പുരാവസ്തു കച്ചവടം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാണ് മോൺസൺ മാവുങ്കൽ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയത്. പക്ഷേ ഇപ്പോൾ മോൺസൺ മാവുങ്കലോട് ചോദിച്ചാൽ പറയും അത് വേണ്ടായിരുന്നു, എനിക്കൊരു അച്ഛനായ മതിയായിരുന്നു. കാരണം ഞാനെടുത്ത വഴിയും ഔസേപ്പച്ചനെടുത്ത വഴിയും തമ്മിലുള്ള വ്യത്യാസം, ഔസേപ്പച്ചനും ഞാനും പുരാവസ്തു വിറ്റ് ഉപജീവനം കഴിച്ചു. പക്ഷേ എൻ്റെ വഴി കൂടുതൽ അപകടമുള്ളതായിരുന്നു. ഞാൻ ഈ ഔസേപ്പച്ചനെ പോലെ പുരാവസ്തു വിറ്റ് കോടികൾ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ആരും എൻ്റെ നേരെ വിരൽ ചൂണ്ടുമായിരുന്നില്ല. പോലീസിൽ പരാതി പോയാൽ പോലും ഒരു അന്വേഷണം നടത്താൻ പോലും സർക്കാർ ധൈര്യം കാണിക്കുകയില്ല. ആജീവനാന്തം എല്ലാവരെയും കളിപ്പിക്കാനുള്ള ലൈസൻസ് എനിക്ക് കിട്ടുമായിരുന്നു. കാണിച്ചത് മണ്ടത്തരമായി പോയി. സെമിനറി ചാടണ്ടായിരുന്നു. ഒരച്ഛനായി പുരാവസ്തു വിറ്റ് നടക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത് എന്ന് മോൺസൺ മാവുങ്കലിനോട് ഇപ്പോൾ ചോദിച്ചാൽ പറയും. പക്ഷേ സമയം വൈകിപ്പോയി, ഇനി അദ്ദേഹത്തിന് അവസരമില്ല. പറഞ്ഞു വന്നത്, ക്രിസ്തീയ സഭകൾക്ക് യേശുക്രിസ്തുവിനോടുള്ള പ്രതിഷ്ഠ എന്താണ് എന്നറിയാൻ സത്യത്തോടുള്ള നമ്മുടെ നിലപാട് നോക്കിയാൽ, പിന്നെ മറ്റൊരു വശം കൂടെ പറഞ്ഞ് എൻ്റെ ചിന്ത അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഞാനിത് മുൻപ് പരാമർശിച്ചതുപോലെ എവിടെയൊക്കെ പണക്കൊതിയുണ്ടോ അവിടെയെല്ലാം സത്യത്തെ അവഹേളിച്ചിട്ടുണ്ട്, അവഗണിച്ചിട്ടുണ്ട്, കുരിശിൽ കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം, കേരളത്തിൽ ക്രിസ്തീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് നടത്തുന്നത് എന്തിനാണ്? അതും ഒരു കച്ചവടമല്ലയോ? ഈ എല്ലാ ക്രിസ്തീയ സ്ഥാപനങ്ങളുടെയും ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ബിഷപ്പായിരിക്കണം. എന്തിനാണ്? വിദ്യാഭ്യാസത്തെപ്പറ്റി എന്തെങ്കിലും പ്രത്യേകമായ അറിവോ താല്പര്യമോ ഉണ്ടായിട്ടല്ല, അവിടെ നിന്ന് കോടികൾ കൊയ്തെടുക്കാനാണ്. ഒരു കോളേജിൽ ഒരു അധ്യാപകനെ നിയമിക്കുമ്പോൾ 50 ലക്ഷം മുതൽ 75 ലക്ഷം രൂപ വരെയാണ് കോഴ വാങ്ങിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ വാങ്ങിക്കുന്ന കോഴയുടെ 1 രൂപ പോലും ആ കോളേജിൽ എൻ്റെ ഉപയോഗത്തിന് വെക്കാതെ ഇത് മുഴുവനും ബിഷപ്പിൻ്റെ പോക്കറ്റിലോട്ടാണ് പോകുന്നത്. അത് കള്ളമല്ലയോ? അത് പോക്കറ്റടിയല്ലയോ?
അത് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് സത്യത്തോട് വിദൂരമായ താല്പര്യമെങ്കിലും കാണിക്കാൻ സാധിക്കും? പിന്നെ ഒരു ബിഷപ്പിനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയകൾ നോക്കിയാൽ ആദ്യം മുതൽ അവസാനം വരെ പച്ചക്കള്ളമായിരിക്കും. പലയിടങ്ങളിലും കൈക്കൂലി കൊടുത്താണ് അച്ഛന്മാർ അവരുടെ കുപ്പായത്തിന് നിറമൊന്ന് മാറ്റി മെത്രാന്മാരായിട്ട് നടക്കുന്നത്. CSIയിലൊക്കെ അങ്ങനെ ഒത്തിരി രൂപ ചിലവാക്കി ബിഷപ്പ് ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞ് പിന്നെ ബിഷപ്പായി നിയമിച്ച് കിട്ടണമെങ്കിൽ മോഡറേറ്റർക്ക് കോടികൾ കൈക്കൂലി കൊടുക്കണം. അപ്പം ഇലക്ഷന് പ്രചരണത്തിന് ചിലവ്, അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് കൈക്കൂലി, വിജയം ജയിച്ചു കഴിഞ്ഞാൽ മോഡറേറ്റർക്ക് കൈക്കൂലി, ഇങ്ങനെ കൈക്കൂലി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുക. ഇതൊക്കെ വെറും പഴങ്കഥകളായി അധപ്പതിച്ച് പോയി കഴിഞ്ഞൊരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കുക. എന്നാൽ ഇത് ഒരു നേട്ടമാണെന്നോ ഇത് മിടുക്കാണെന്നോ ആരും കരുതരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സത്യത്തെ കൊഞ്ഞനം കാണിച്ചുകൊണ്ട് ചില മിടുക്കന്മാർ ഈ ലോകത്തിൻ്റെ വീഥികളിൽ വളരെ ദൂരം ശീഘ്രം ഓടി പുരോഗമിക്കുമെങ്കിലും അവരുടെ ഓട്ടം ചെന്ന് അവസാനിക്കുന്നത് വലിയ പടുകുഴിയിലായിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. യേശു പറഞ്ഞതുപോലെ ഒരുത്തൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അവനെന്ത് ലാഭം? ഏവർക്കും നമസ്കാരം.